കാലത്ത് തന്നെ നേരം എടുക്കല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ്. രാവിലെ തന്നെ എഴുന്നേറ്റ് കിടന്നപ്പോൾ നല്ല മഴയായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ സ്വിച്ച് ഇട്ട പോലെ മഴ നിന്നിട്ടാ. പിന്നെ രാവിലെ ചപ്പാത്തിക്കാണ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ബഹളം കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഏട്ടനും മക്കളും കൂടി എഴുന്നേറ്റ് ഫുട്ബോൾ കാണാൻ കേട്ടോ. അപ്പൊ അവര് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചു വന്ന് അവരുടെ അടുത്ത് പോയി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നേരെ എന്റെ പണിയിലേക്ക് കടന്നോട്ടാ. നിങ്ങൾ ഫുട്ബോൾ ആരാധകരാണ്, നിങ്ങളുടെ ടീം ഏതാണെന്ന് കമന്റിൽ നിന്ന് പറയാൻ മറക്കരുത്. അപ്പൊ കട്ടൻ ചായക്ക് ഞാൻ ഇന്ന് കട്ടൻ കാപ്പി അണക്കിയ, കാരണം ചായപ്പൊടി ഇല്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് രാവിലത്തേക്ക് ചപ്പാത്തിക്കും ചോറിനും കൂടെ ഗ്രീൻ പീസ് ആണ് കറി വെക്കാൻ വേണ്ടി നിന്നത്. ഈ ഭാഗത്തൊക്കെ ചോറിന് ഗ്രീൻ പീസ് ഒക്കെ കഴിക്കൂട്ടോ. നമ്മൾ സാധാരണ പച്ചക്കറി മീൻകറികളൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ അതിന്റെ കൂടെ, ചോറിന്റെ കൂടെ ധാന്യങ്ങളൊന്നും കഴിക്കുക. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ, ഉപ്പേരി പോലെ വെച്ചിട്ട് കഴിക്കുക. പിന്നെ പെട്ടെന്ന് കാക്കയുടെ ബഹളം കേട്ട് നോക്കുമ്പോഴാണ് കാക്ക വന്ന് വിളക്കിൽ തിരി എത്തിക്കൊണ്ടുപോയത്. അപ്പൊ പിന്നെ വേഗം വിളക്ക് എടുത്ത് വെച്ച്, പിന്നെ പൂരിയും കറിയിലായിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും കുളിയും കഴിഞ്ഞ് എല്ലാം കുളിയും ജപമൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ കഞ്ഞി കുടിച്ച് അടിപൊളി ടേസ്റ്റ്, വയറിന് നല്ല സുഖം ഉണ്ടെന്ന് പറഞ്ഞാണ് ഏട്ടൻ കാണിക്കുന്നത്. പിന്നെ അച്ഛനും ഞാനും പലഹാരത്തിന് ആളാണ്. അപ്പൊ ഞങ്ങൾ പലഹാരമാണ് കഴിച്ചത്. അപ്പൊ അവരെന്തായാലും ഞാൻ പറഞ്ഞയച്ചോ, അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഇത്തിരി തിരക്കുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ അമ്മുന്റെ മുടിയിൽ ഞാൻ താജ്മഹൽ പണിയാണേ, നന്നായിട്ട് കെട്ടിത്തരുമോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ സമയം ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ചെയ്തെടുത്തു. സാധാരണ ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് അടിച്ചുവാരൽ അങ്ങനത്തെ പണിയൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് സമയം കുറച്ച് ഉണ്ട് എന്ന് കരുതിയിട്ട് അടിച്ചുവാരനൊക്കെ നിന്നാണ് കേട്ടോ. രാവിലെ തന്നെ അടിക്കാൻ തുടങ്ങിയാൽ കഴിയായിരുന്നു, അമ്മ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ, പിന്നെ തുണി മടക്കാനും കൂടി നിന്നുണ്ടായിരുന്നു. ഇന്നലെ വയ്യാത്തത് കൊണ്ട് തുണി മടക്കലൊക്കെ അവിടെ കട്ടിൽ തന്നെ ഇട്ട് ഞാൻ പോയി കിടന്നതായിരുന്നു, കാരണം വയ്യായിരുന്നു. സാധാരണ എല്ലാവരും കൂടിയാണ് ചെയ്യുക, പക്ഷെ ഇന്നലെ എന്തോ പറ്റിയില്ല. അപ്പൊ പിന്നെ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ് കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്ക് മോളുടെ ബസ്സിന് സമയം. അപ്പൊ പിന്നെ അവളെ ഞാൻ വിളിക്കുകയാണ്, ആളൊന്ന് ഒരുങ്ങി കിട്ടി വരണ്ടേ, എന്റെ മോള് മുടിയെല്ലാം കിട്ടിയിട്ട് സുന്ദരിയായോ, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയണേ. അപ്പൊ അവള് വീഡിയോ എടുക്കാൻ വേണ്ടി പറയണ്ടേ. അപ്പൊ ഞാൻ അവളുടെ വീഡിയോ കൂടി അത് ചേർത്ത് എടുത്തിട്ടുണ്ടേ. കണ്ടില്ലേ, സുന്ദരിയെ നിൽക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും എയർ പിടിച്ച പോലെ കയറി നിൽക്കും. ഇതാണ് കേട്ടോ വീട്. അപ്പൊ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബസ് വരിക. അപ്പൊ ഞങ്ങൾ രണ്ടാളും അവിടെ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ സ്നേഹപ്രകടനം, ഉമ്മ തരലും വിശേഷങ്ങൾ പറയലൊക്കെയാണ്. പിന്നെ കുറെ ആകാശം നോക്കി നിന്നിട്ടാ. പിന്നെ നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് ആഴ്ന്ന് ഇറങ്ങി ചെന്നപ്പോൾ ഒരു അടിപൊളി വണ്ടിനെ കണ്ടു. അപ്പൊ അതിന് വെറുതെ വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുത്ത് നിൽക്കുന്ന സമയത്തുണ്ട് ബസ്സിന്റെ ഹോണടി കേൾക്കുന്നു, ബസ് വരുന്ന എല്ലാം ഒരുമിച്ച്. അങ്ങനെ മോളെ ബസ്സിൽ കയറ്റി വിട്ടു, ഒരു ടാറ്റ ഒക്കെ കൊടുത്ത് ടാറ്റ ബൈ ബൈ സെല്ലാം പറഞ്ഞു. പിന്നെ വീട്ടിൽ ഞാൻ ഒറ്റക്കായിട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കാണല്ലോ. എന്നാൽ നമ്മളുടെ സാമ്രാജ്യമാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഉറങ്ങാം, കിടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ച് ചക്ക വിട്ടിട്ടുണ്ടായിരുന്നു വരട്ടാൻ വേണ്ടി. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ കേട്ടോ. പിന്നെ സാധാരണ ഈ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല, എന്നാലും വല്ലപ്പോഴും കഴിക്കാറുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പൂരിയും ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചു. എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ പൂരി കഴിക്കാൻ വേണ്ടി ഞാൻ നിന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട്, പിന്നെ ടി വി അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, പിന്നെ വീഡിയോ എടുക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പൂരി ഇങ്ങനെ കഴിച്ചുകൊണ്ട് കണ്ടത്. ഈ കരിഞ്ഞ പൂരി കാണിച്ചു തരുന്ന വെച്ചാൽ ആരും കരിക്ക് വേണ്ട. അപ്പൊ പിന്നെ നമ്മൾ തന്നെ കഴിക്കണല്ലോ, കളയില്ലല്ലോ. പിന്നെ എനിക്ക് ഇത്തിരി കരിഞ്ഞതോ അടിക്കുടിച്ചെല്ലാം കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതിനുശേഷം ഉച്ചക്ക് ചട്ടിയിൽ തന്നെ ഇട്ട് ഞാൻ ചോറുന്നാണ് കാണിച്ചത് കേട്ടോ. ഗ്രീൻ പീസ് കറിയും അച്ചാറും ഒരു മുട്ടയും പൊരിച്ച് ഞാൻ ചോറുണ്ടു. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ഗ്രീൻ പീസ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുട്ടികൾക്ക് വരുമ്പോൾ അധികം ബേക്കറി പലഹാരം ഒന്നും കൊടുക്കാതെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചാണ്. അതിൽ 2 പൊട്ടിച്ച് മുട്ട ഒഴിച്ചു, 2 കറിവേപ്പിലയും മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനം റെഡിയായി. ഇത് ചെറിയ ചൂടോടെ കഴിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ വൈകുന്നേരം ചായക്ക് ഇതായല്ലോ. ഞാൻ അങ്ങനെ എന്നും കടന്ന് ബേക്കറി സാധനം വാങ്ങിച്ചില്ല, പക്ഷെ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കും. ചിലപ്പോൾ ചെറുതാണെന്ന് പറഞ്ഞ് ഈ ഒരു പണി നടക്കുന്ന കുറച്ച് നെത്തോലി ചോറ് തിളപ്പിക്കാൻ വേറെ വെക്കണം. പിന്നെ കറി ഞാൻ കറിയാക്കി നമ്മുടെ 2-3 വേലി എടുത്തിട്ട് ഞാൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൊഴുവ കുറച്ച് കറിയും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മുളകിട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൺഫ്യൂഷൻ സംഭവമാണ്. നമ്മുടെ ആലോചിച്ച് നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അവരെ കുളിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം വാങ്ങിക്കൊടുക്കുന്നത് വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ അവരെ ആഗ്രഹം വരുമ്പോൾ വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഇത് കഴിയുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാണ് നോക്കാം. പിന്നെ അവസാനം താല്പര്യമില്ല, ഫൈനലായിട്ട് തീരുമാനിച്ചു കുറച്ച് തേങ്ങാപ്പാലം പറയുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഞാൻ ഒഴിച്ചിട്ട് കറിയാത്തത്. പിന്നെ ശരി, എന്തായാലും നമ്മുടെ അടിപൊളി വന്നപ്പോൾ പിന്നെ കുട്ടികൾ കാര്യങ്ങൾ ചോറ് കുറച്ച് ചൂടാക്കാൻ കൂടി പിന്നെ അച്ഛൻ പിന്നെ മക്കൾ വന്ന് 2 ഭക്ഷണം കൊടുക്കും. നേരത്തെ കഴിച്ചു, മോള് നേരെ പോയിട്ട് അച്ഛൻ വന്ന സമയത്ത് ചില്ലി ഫ്ലേവറാണ് വാങ്ങിയത്.
ഇഷ്ടമായി. ഗാർലിക് ഫ്ലേവർ വലിയ കുഴപ്പമില്ല. ഇത് ചില്ലി ഫ്ലേവർ വാങ്ങിയതാണ്. പക്ഷേ ഭയങ്കര ഒരു മതി. അവസാനം എനിക്ക് വേണ്ടാത്ത അവസാനം കുറച്ച് വെള്ളം എടുക്കുന്നത് വയ്യാതെ കിടന്ന സമയത്ത് ഒരു വയ്യാതെ ഞാൻ അമ്മോട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ മുളക് അറിയാലോ ശരിക്കും നമ്മുടെ മുളക് കറി വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് നൂഡിൽസ് റെഡി ആയിട്ട് വരും. കോലം ആ ഒരു സംഭവമാണ്. ഞാൻ വയ്യാതെ ഇരിക്കുകയാണ്. വയ്യാതെ ഇരുന്നാൽ ഞാൻ തിന്നാൻ കിട്ടുന്നൊന്നും ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഇരുന്നാണ്. കുറച്ച് പാത്രമൊക്കെ തീർച്ചയായിട്ടും കുറെ ഞാൻ പേര് ഞാൻ കഴിക്കാന്ന് പറയാൻ പറഞ്ഞു. വേണ്ട ചോറൊന്നും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ വന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ വീഡിയോയിൽ വന്ന് പാത്രമൊക്കെ പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചു രാത്രി നാളെ രാവിലെ വീഡിയോ എടുക്കാൻ ഞാൻ പാത്രമൊക്കെ തേച്ച് വയ്യായിരുന്നു. സിങ്കൊക്കെ തേച്ച് കഴുകി എല്ലാം ക്ലീൻ ആക്കി വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കഴുകി ഇപ്പൊ ചെയ്ത ഞാൻ നാളെ രാവിലെ നമുക്ക് പണി വന്നിട്ടുണ്ടായില്ല. കാരണം പുറത്ത് ഓടിപ്പിക്കണ്ടാവുന്നോ വിചാരിച്ചു. വേറെ വീഡിയോ അവളാണെങ്കിൽ മഴയാണെങ്കിൽ നമുക്ക് മഴ കിട്ടാറ് രാവിലെ 9:10 മണി വരെ ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ 10 മണി വരെ രാവിലെ എടുത്ത വീഡിയോസ് ആണ്. ഇങ്ങനെയൊക്കെയാണ്. ബൈ ബൈ.